കൈ കഴുക. ഈ ചീച്ച എടുക്കണ എന്തിനാ? കൈ രണ്ടു കൈ കഴിക്കും. വെള്ളത്തിൽ കളിക്കല്ലേ ഏട്ടാ നീ. ആ ചേട്ടൻ്റെ ഉറക്കം കഴിഞ്ഞില്ലല്ലോ ഇതുവരെ. പിടിച്ചവനെ ഡാ വിഷ്ണുവേ, ഉറക്കം കഴിഞ്ഞില്ലേ നിന്റെ ഇതുവരെ? രാത്രി ഉറങ്ങാതെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കണോ അവിടെ? അപ്പൊ പിന്നെ രാവിലെ ആകുമ്പോ നല്ല ക്ഷീണം ഉണ്ടാവും. ഡാ എണീക്ക്, അവിടെ പോയി കിടന്ന് ഉറങ്ങി, ഇവിടെ കിടന്ന് ഉറങ്ങാതെ. വയ്യേ? എന്തു വയ്യ? എന്താ പറ്റിയേ? പനിയുണ്ടോ? നോക്കട്ടെ. ചൂടൊന്നുമില്ലല്ലോ. ചൂടൊന്നുമില്ല. ചൂടില്ല. എന്തു പറ്റി? തലവേന ഉണ്ടോ? തലവേന മിക്കവാറും വരും. ഇത്തിരി നെഞ്ചേന ഒന്ന് പോയേ ഉള്ളൂ. നെഞ്ചേന ഒന്ന് പോയാ? വയ്യമ്മ. നിനക്ക് എന്താ കുഴപ്പം? ചുമയുണ്ടാ? വയ്യ, മൊത്തത്തിൽ വയ്യ. ഇങ്ങനെ എണീറ്റിരുന്നേ, നോക്കട്ടെ. ഒരു കുഴപ്പമില്ല. ബാ എണീറ്റ് വാ. അമ്മ എനിക്ക് ശരിക്കും വയ്യമ്മ. ശരിക്കും വയ്യെന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ ഇപ്പൊ ഒരു അസുഖം കാണില്ല, പനിയില്ല? ഇല്ല, പക്ഷെ തണുക്കണം. എനിക്ക് തണുത്തിട്ട് വയ്യ. വിഷ്ണു ബാത്റൂമിൽ പോയായിരുന്നോ? ബാത്റൂമിൽ പോയായിരുന്നു? എനിക്ക് പോകാൻ തോന്നുന്നില്ല. എന്തോന്നാടാ അവന് വയ്യാണ്ടിരിക്കല്ലേ? വയ്യാണ്ടിരിക്കണ ആളെ പിടിച്ചടിക്കാം. വയ്യടാ. എനിക്ക് വയ്യന്ന്. എന്തിട്ട് വയ്യാത്ത? എന്നിട്ട് വയ്യാന്ന്? എടാ എനിക്ക് വയ്യടാ, അത്ര തന്നെ. അതിപ്പോ അങ്ങനെ പറഞ്ഞാ പറ്റില്ല. എന്താ വയ്യാന്ന് തിരിച്ചു പറ. അമ്മ ഇതുങ്ങളടുത്ത് പോവാൻ പറയാം, അല്ലെങ്കിൽ ഇതുങ്ങൾ എന്നെ കൊന്നിട്ടേ വിടുള്ളൂ. ചേട്ടാ അങ്ങനൊന്നും പറയല്ലേ. ചേട്ടത് പനിയാ. ചൂടുണ്ടോ? ഉണ്ട്. ഇല്ലല്ലോ. അകത്തുണ്ട്, നല്ല തണുപ്പുണ്ട്. ചേട്ടാ അകത്താ പനിയുന്നുണ്ടെങ്കിലേ ഒരു പ്രശ്നമുണ്ട്. ഈ അകത്ത് കിടക്കുന്ന പനിയില്ലേ, പുറത്തേക്ക് വരാൻ പറ്റാണ്ട് ന്യൂമോണിയ, പിന്നെ വേറെ പലതും ആവും. വേറെ പലതും പറഞ്ഞ അപ്പൊ ഞാൻ എങ്ങനെയാട്ടാ പറയാ? എന്തോന്നത്? എന്താ അവിടെ പോണു നീ? കയറി കയറി. സത്യം പറയുമ്പോ എനിക്ക് എന്താ നിനക്കൊരു കുഴപ്പമില്ല. ചേട്ടനൊരു കുഴപ്പമില്ല. എന്റെ ഒന്നുമില്ല കേട്ടോ. അമ്മ എന്തായാലും കൊച്ചിനെ കുറച്ച് ദിവസത്തേക്ക് ചേട്ടൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തേണ്ട നല്ലത്. ഈ വൈറൽ ഫീവർ ഒക്കെ ആണെങ്കിലേ പകരാൻ സാധ്യതയുണ്ട്. വൈറൽ ഫീവറാ? പകർച്ചവ്യാധി. ഒരു പകർച്ചയില്ല. നീ ഇങ്ങോട്ട് വന്നേ, ഒരു കട്ട ചായ കുടിക്കാതെ കഴിയുമ്പോ അങ്ങ് മാറിക്കോളൂ. അല്ല അമ്മ, ഈ സാധാ പനിയാന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഗുളികയൊക്കെ കൊടുക്കാം. എന്നാലും ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നത് മോശമല്ലേ? മോശമെന്നല്ല, വൈറൽ ഫീവർ ഉണ്ട്, നോർമൽ ഫീവർ ഉണ്ട്, മറ്റ് പല പനികളും ഉണ്ട്. അതിൽ ചിലത് കുറച്ച് അപകടകാരികളാ. അവന് പ്രാന്ത്. നീ ഇങ്ങോട്ട് വന്നേ, വാഴ എണീറ്റ്. ചായ കുടിച്ചോ രാവിലെ? ഇല്ലല്ലോ. ആ മുഖമൊക്കെ കഴുകി വായൊക്കെ കഴിയിട്ട് വാ, നമ്മ ചായ ഇട്ട് തരാം. വാ, ഒരു തുളസി ചായ ഇട്ട് തരാം. അപ്പൊ എല്ലാം ശരിയാവും. ബോഡി ഒരു കുഴപ്പമില്ല. രാത്രി കിടന്ന് ഉറങ്ങണേ വിഷ്ണു. നീ കുറച്ചേരോട്ട് നിക്കേ, ചായ ഇട്ട് തരാം. അങ്ങനെ കുറച്ചേരം നിക്കാനൊന്നും പറ്റില്ല. എനിക്ക് നല്ല നടുവേന ഉണ്ട്. നടുവേദന ഉണ്ടാ? അല്ല, ഈ സാധാരണ പനി വരുമ്പോ ശരീരം മൊത്തം വേദന വരലുണ്ടേ. അപ്പൊ എന്താ പ്രശ്നം? അല്ല പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അതത്ര നല്ലതല്ലടാ. നീ ആദ്യം ഇതിന്റെ മുകളിൽ കയറി ഇരിക്കി. കയറി ഇരുന്ന ഇരിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ചായരാടാ ഇപ്പൊ? എനിക്കൂടെ വേണേ. അതല്ലേ പറഞ്ഞത്? വേണമെന്ന് പറഞ്ഞതാ. ചേട്ടാ എങ്ങനെയുണ്ട്? തലക്ക് നല്ല ഭാരമുണ്ടോ? ഓ, അത് മുടിയുടെ ആയിരിക്കും ചേട്ടാ. അകത്തും പുറത്തും എല്ലാം കൂടി ഒരു 4 കിലോ കാണും അല്ലേ? അമ്മ ഇനിയിപ്പോ ചിലപ്പോ തല നനച്ചു കഴിഞ്ഞപ്പോ വെള്ളം തങ്ങിന്ന് നീരിറങ്ങിയതേ. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ചേട്ടൻ അങ്ങനെ തല നനയ്ക്കാറൊന്നും ഇല്ലല്ലോ അല്ലേ ഏട്ടാ? ഇല്ല. അപ്പൊ നീ കുളിക്കലൊന്നും ഇല്ലേ? അമ്മ കുളിക്കാറില്ല എന്നല്ലമ്മ, ഞാൻ തല വല്ലപ്പോഴും നനയ്ക്കാറുള്ളൂ. കാരണം അത് ഉണങ്ങി വരാൻ 2 മണിക്കൂർ എടുക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കാറില്ല, തല മാത്രം കുളിക്കാറുണ്ട്. അമ്മ ചേട്ടൻ്റെ മുടി അങ്ങ് വെട്ടിക്കളഞ്ഞാലേ ഈ അസ്വസ്ഥത അങ്ങ് മാറുമായിരിക്കും അല്ലേ? ഒന്നാമത് ചൂടുകാലമല്ലേ, അതിന്റെയും പ്രശ്നം ഉണ്ടാവും. അത് ശരിയാടാ. ഈ ചൂട് സമയത്തെ മിക്ക ആണുങ്ങളും തല മൊട്ടടിക്കണ കണ്ടിട്ടില്ലേ? എന്തിനാന്നറിയാമോ? തലയ്ക്ക് ഒരു സ്വൈര്യം കിട്ടും, ഒരു വെളിവുണ്ടാവും തലയ്ക്ക്. അസുഖം വന്ന് ചാവണതാ. ഈ കറക്റ്റ് സമയത്തിന് അച്ഛനോട് ഇല്ലാതായി. അച്ഛനുണ്ടായിരുന്നെങ്കിൽ പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. എന്ത് ടെൻഷൻ അടിക്കണത്? എന്ത് ടെൻഷൻ അടിക്കണം? എന്ത് ടെൻഷൻ? നീ വെറുതെ ഇവന് ചെറിയ നിസ്സാര കാര്യത്തിന് ഇവന് എന്തോ വലിയ സംഭവമൊക്കെ അങ്ങോട്ട് പറയാണ്. ടെൻഷൻ അടിക്കുന്ന കാര്യം അതല്ല. ഇപ്പൊ ടെൻഷൻ പല കാര്യങ്ങളും കൊണ്ട് ഒരു ടെൻഷനും ഇല്ല. എനിക്ക് തന്നെ ഭ്രാന്താവണമെന്ന് പോ. അവിടെ പോയി കിടന്ന് കുറച്ചേരം റെസ്റ്റ് എടുക്കുക, അല്ലെ കിടന്ന് കുറച്ചേരം കിടന്ന് ഉറങ്ങും. ചായ ഞാൻ കൊണ്ടുതരാം. സൂക്ഷിച്ചു കിടക്കും കേട്ടോ. കൂടുതൽ ഓവറാക്കല്ലേ? പേടിപ്പിക്കാൻ പറ്റില്ല പറഞ്ഞ ഇങ്ങനെ.
ഇത് പച്ചയിൽ പനി വന്നേക്കാളും കഷ്ടമാണല്ലോ. ഈ അച്ഛൻ മാത്രമല്ല, ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. ഞാൻ ഒഴിച്ച്, പാർക്കുട്ടി ഒഴിച്ച്. ഫ്രണ്ട് ഉണ്ട്, നന്നായിട്ട് സയൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരൂടാ. ആണോ? നോക്കിയടാ, എടാ തിരിഞ്ഞു നോക്കടാ. യോ ഇതാരാ? ചേട്ടനാ? ചേട്ടൻ അടുക്കള നേരം ഇങ്ങോട്ടാ വന്നു. ആ ഞാൻ ഇവിടെ വന്ന് നടന്നു. ചേട്ടൻ റൂമിൽ പോയി. എനിക്കിത് മരുന്നാണെങ്കിൽ നിങ്ങളും കൂടെ വന്ന് നടന്നു. വാ വാ അടുത്ത് വാ വാടാ. സ്കൂളിൽ പോണ്ട. ആ ശരിയാണല്ലോ, സ്കൂളിൽ പോണ്ടേ നിങ്ങക്ക്? എന്റെ ചേട്ടന് ശനിയാഴ്ചയാ. അമ്മയ്ക്കോ? പിന്നെ അമ്മയ്ക്ക് പോകണ്ട, അമ്മയ്ക്ക് ഞായറാഴ്ച ലീവ് ഉള്ളൂ. ആണോ? ആ ചേട്ടൻ ഈ വീട്ടിലല്ലേ, ചുമ്മാ ചാടണിക്കില്ലേ? ഏട്ടാ ജാടൊന്നുമല്ല, ഓർമ്മ കുറഞ്ഞു വരുമല്ലേ അത്. ആർക്ക്? ചേട്ടന്. പറേ നീ എന്തായാലും ചേട്ടൻ്റെ അടുത്ത് അധികം നിക്കണ്ട, ഇച്ചിരി നീങ്ങി നിൽക്കും, ഈ പകർച്ചവ്യാധിയൊക്കെ പകരും പെട്ടെന്ന്. ആ ഇവിടെ വന്ന് കിടക്കാണോ? എന്തിനാ ഇവിടെ വന്ന് കിടക്കണേ? അവിടെ പോയി കിടക്കാനല്ലേ പറഞ്ഞേ? എന്ത് എന്തിനാണ് വന്നിരിക്കണേ? എടാ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ടാ മതിയോ? എനിക്ക് ജോലിക്ക് പോണ്ടേ? ജോലിക്ക് പോകണ്ടെന്നാ? പിന്നെ ഞാൻ അവിടെ എന്ത് പറയാ അവരുടെ എന്തെന്ന് പറയും? കാരണം ഞാൻ എന്ത് പറയും ഇപ്പൊ? മൂത്ത മോനെ ജലദോഷം കൊണ്ട് വരാൻ പറ്റൂലെന്ന് പറ. ഒന്നും ഉണ്ടായിരേ. കേശു ഒരു കാര്യം ചെയ്തേ, നീ ആ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഗുളിക മേടിച്ചോണ്ട് കൊടുക്ക്. പിന്നെ എടാ അതൊന്നും വേണ്ട, ഡോക്ടറുടെ നിർദ്ദേശമില്ലാണ്ട് അങ്ങനെ മരുന്നൊന്നും വാങ്ങി കഴിച്ചാൽ വേറെ എന്തെങ്കിലും കൊണ്ടുകൊള്ളൂ. നീ രാവിലെ തൊട്ട് തുടങ്ങിയാണല്ലോ, നിനക്ക് എന്തോ അറിയും? എന്നാ പറയാം, ഡോക്ടറിന്റെ നിർദ്ദേശമില്ലാണ്ട് രോഗം എന്താണെന്ന് അറിയാണ്ട് ഓരോ മരുന്നൊക്കെ വാങ്ങി കഴിച്ചാ കിഡ്നി, ലിവർ, യൂറിനറി ബ്ലാഡർ ഇതൊക്കെ അടിച്ചു പോയി കഴിക്കുന്ന ചാവും. എന്തിനാടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? കഴിക്കണവരുടെ കാര്യം പറ. നീ കഴിച്ചില്ലല്ലോ, അത് അങ്ങനത്തെ ടാബ്ലറ്റ് ഒക്കെ കഴിക്കില്ലേ ഡോക്ടറോട് പറയാണ്ട്. ആ അതിന്റെ കാര്യം പറഞ്ഞ. നീ കഴിച്ചില്ലല്ലോ, അങ്ങനെ വല്ലതും കഴിച്ചോ? കഴിക്കാൻ പോയില്ലേ? അതല്ല, നമ്മൾ ഈ സാധാരണ പനിക്കൊക്കെ ഗുളിക മേടിക്കില്ല, അതിന്റെ കാര്യം പറഞ്ഞത്. ഇത് വല്ലാതെ ഇവിടെ നിൽക്കുന്ന കേസൊന്നുമല്ലോ, ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്ത് കഷ്ടമാണ്. ആ ഇനിയിപ്പോ എന്തായാലും ഓഫീസ് വിളിച്ച് കൊഞ്ചുണ്ടോ? ഒരുപാട് അങ്ങ് കൊഞ്ചല്ലേ. ഒരു ലീവ് വെറുതെ പോവാണ്, ഒരു കാര്യം ഇല്ലാണ്ട്. ആ കൊച്ചിനെ മാറ്റിരുത്തിക്കോ, വല്ല പനിയാണെങ്കിലും. ചുമ്മാ ഒരു ലീവ് വെറുതെ അങ്ങ് പോകും. പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. വിഷ്ണുവേ, എന്നാ ഞങ്ങൾ ഈ ബിസ്ക്കറ്റും കഴിച്ച് ഈ കാപ്പിയും കുടിക്ക്. കഴിക്കൊന്നും വേണ്ടമ്മ. അത് പറഞ്ഞാൻ പറ്റില്ല, കഴിക്ക്. വോമിറ്റ് ചെയ്യണോ? വോമിറ്റ് ചെയ്യട്ടെ. കഴിക്ക് കഴിക്ക്. ഞാൻ തരാനാ? ചെക്കൻ്റെ വയ്യാത്തോണ്ടല്ലമ്മ, വേറൊന്നുമല്ലല്ലോ. കുഞ്ഞാവല്ലേ? വക്കുവാലോട്ട് ഞാണോ? ഓർമ്മ കഴിക്കുന്ന കഴിക്ക്. എന്റെ പൊന്നുള്ളി എന്തോന്നത് കുഞ്ഞാക്കി വാരി കൊടുക്കണ? എന്താടാ? എന്റെ കൊച്ചു കഴിക്കട്ടെ, നിങ്ങക്ക് എന്താ കുഴപ്പം? കൊച്ചാ? ആ എന്താ, എനിക്ക് കൊച്ചല്ലേ അവൻ. അല്ലെങ്കിലും അവൻ കൊച്ച്. അമ്മമാർക്ക് എല്ലാ മക്കളും കൊച്ചു തന്നെയാണ്, എത്ര വലുതായാലും. തല കറിയ എന്താ പറ്റിയടാ? ഇത് രക്ഷയില്ല. മക്കൾക്ക് വയ്യ. വിഷ്ണു കുറച്ച് കുടിക്കും. അതറിയില്ല, ഇന്ന് വരുമോന്ന് അറിയില്ല. അറിയില്ലല്ലോ, അവരൊന്നും വിളിച്ചില്ലല്ലോ വരാനായിട്ട്. ഇത് കുടിക്കും. അച്ഛൻ ജോലിക്ക് പോയിരിക്കല്ലേ? എനിക്ക് എല്ലാരും കാണുന്നു. സീരിയസ് ഞാൻ ചേട്ടാ ഒന്നുമില്ല, ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോവാ, ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ തിരിച്ചു വരെ ഒക്കെ മാറും. ചേട്ടാ അതാ പറഞ്ഞേ, ഹോസ്പിറ്റലിൽ പോവാ, ഇഞ്ചക്ഷൻ എടുക്കാൻ തിരിച്ചു വരാം, കാര്യങ്ങളൊക്കെ. ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട, ഗുളിക അതും വേണ്ട, ഗുളിക കഴിച്ചാൽ മതി.
എന്നാ, ആ ഗുളി കഴിക്കാം ആദ്യം മക്കൾ ഇത് കുടിക്കും. പെട്ടെന്ന് തീരും. ഇപ്പോ ആ ശരി, അത് കുടിക്ക്. ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട, ഗുളി കൊടുത്താൽ മതി. വാ ഇത് കഴിക്കേ, ഇത് കുടിക്കേ. ഇച്ചിരി ചൂടുവെള്ളം ചുക്കിട്ടതാണെന്നേ, കുറച്ച് കഴിക്കേ. ചവക്കല്ലേ? അവിടെ ഇരിക്ക അവിടെ പോണ്. കുറച്ച് നേരം നല്ലൊരു കാര്യം ചെയ്യ്, കട്ടിലെ പോയി കിടക്കണം കുറച്ചു നേരം. കിടക്ക്, കുറച്ചു നേരം കിടക്ക്. ഓട്ടോ വരുമ്പോ വിളിക്കാമോ? ആ കിടക്ക്, ചെല്ലു. ഇവിടെ കിടക്ക്. വാ നടക്ക്. എന്ത് വണ്ടി വന്ന് വാ. പിടി അമ്മ കുടിച്ചിട്ടില്ലേ? നീ പിടി, ചെലപ്പോ വീണാലാ. അയ്യോ പതുക്കെ മതി. നടക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇവന്റെ കണ്ണും നോക്കി, കണ്ണിലോട്ടും നോക്ക്, സൂക്ഷിച്ച് നോക്ക്. എന്താ കാണുന്ന? കണ്ണ് കാണുന്നുണ്ട്. അതല്ലമ്മ, പിന്നെന്താ? എന്തെങ്കിലും അസുഖമുള്ള പോലെ തോന്നുന്നുണ്ട് എന്റെ കണ്ണിനകത്ത്. ഇല്ല, ഒന്നും തോന്നണില്ല. നോക്കിയടാ, ചെറുതായിട്ടൊരു മഞ്ഞ കളർ തോന്നുന്നു. ആ മിക്കവാറും ജോണ്ടിസ് ആയിരിക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി. ഈ ബിൽ റൂമിന് അറിയാലോ. അപ്പൊ ബിൽ റൂമിന് ആര്? ബില്ല് റൂമിന്റെ സാധനമാണ്. അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇഞ്ചക്ഷൻ കുത്തുണ്ട്, അത് വേണ്ട. മറ്റേ യൂറിൻ ടെസ്റ്റ് ചെയ്യാം. അന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യാം. വാ ബ്ലഡ് അടക്കിക്കോട്. ആ പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ടോ? പൈസ തന്നിട്ടുണ്ടായിരുന്നു. കയ്യിലുണ്ട്. ചേട്ടൻ പറയാൻ വന്നു. ചേട്ടൻ പറയാൻ വന്നു. കേറ് ഓട്ടോയിലേക്ക്. ഓട്ടോയിലേക്ക് കേറടാ. പിന്നെ ഇവിടെ ഒറ്റയ്ക്കല്ലേ, പിന്നെ ഞാൻ വന്നാ എങ്ങനെയാ? അപ്പൊ അവൻ വരില്ലേ? എടാ നീ അങ്ങോട്ട് പെട്ടെന്ന് ഇല്ലേ, കൊച്ച് ശിവയുടെ അടുത്താ. ഞാൻ കേറ് വണ്ടിയിലോട്ട് കേറ്. അമ്മ ഇവൻ വരണെന്ന് എന്തിനാ കണ്ട? ഞാൻ വരണില്ല. അമ്മ ആദ്യം കയറി. എടാ ഞാൻ ഈ അറ്റത്തിരിക്കാം, നീ തലകുറ്റി വീണ എന്ത് ചെയ്യും? അങ്ങനെ ഒന്നും പേടിക്കണം, എനിക്ക് ഈ ഓപ്പൺ എയർ വേണം. എനിക്ക് അവിടെ ഓപ്പൺ എയർ തന്നെ, ഒരു കമ്പി ഉണ്ടെന്നല്ലേ ഉള്ളൂ. അമ്മ ആദ്യം കേറി. എനിക്ക് വയ്യാത്ത സമയത്ത് ഇങ്ങനെ വാശി പിടിക്കണം. ഞാൻ എന്താടാ എടാ, എന്തിനാണ് ഇവിടെ ഒന്ന് കമ്മിന്ന് കിടക്കണത്? തമാശ കളിക്കണോ ഒരാൾക്ക് വയ്യ? എടാ വല്ല വീട്ടിൽ പോടെ ഇറക്കാം, എണീച്ച് പോവാൻ പറഞ്ഞ. തള്ളിയിട്ടനാ ഇവനല്ലേ ബാക്കി? എനിക്ക് തള്ളൽ ഇത്തിരി കൂടുതലാ, അതെങ്ങനെ വീണ? പോ അകത്തോട്ട് പോ. അവിടെ ശിവയുടെ കയ്യിൽ കൊച്ചിരിക്കാം. കൊച്ചിന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. പാല് കൊടുത്തിട്ടില്ല. പോവാമ. നീ അവിടെ ചെന്നിട്ട് ഇവനെ എങ്ങനെ ഇറക്കുവോ? ഈ ചേട്ടൻ സഹായിച്ചു കൊടുത്തേക്കണേ. അപ്പൊ പിന്നെ ട്രിപ്പ് ഇടുവാണെങ്കിൽ വിളിച്ചു പറയണം. മുടിയൻ ചേട്ടന്റെ ഫോൺ ഇട്ടിരിപ്പുണ്ട്. ഇട്ടാല് ബൈ ചാൻസ് ചേട്ടാ വിട്. ഇത്രയും വെറൈറ്റി ആൾക്കാരുള്ള ഒരു ഫാമിലി ഞാൻ ഇവിടെ കണ്ടു. കഷ്ടം തന്നെ. എന്താടാ പാറുവിന് പാൽ റെഡി. ആ കാച്ചിയാ? എടാ അമ്മ ഇതുവരെ വന്നില്ലല്ലോ. അവരവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നീ പറഞ്ഞേ. ആണോ? എനിക്ക് പാല് കുച്ചാ കുഞ്ഞിന്ന്. ചേട്ടാ കുഞ്ഞിന് വേണ്ടി പാലൊക്കെ കാച്ചില്ലോ. ചൂടാണ് പതുക്കെ കുടിക്കണം. പതിയേട്ട പറ, നല്ല ചൂടാ. ചൂടാണെങ്കിൽ എങ്ങനെ കുടിക്കണ്ടേ? എങ്ങനെ ചൂടാണെങ്കിൽ എങ്ങനെ കുടിക്കണേ? ചൂടോ? കുഞ്ഞു പാല് കുടിച്ചേ. ചൂടില്ല. ഇങ്ങനെ നീ കുടിച്ചതിന്റെ ബാക്കിയാ? ആന്നും കുഴപ്പമില്ല. കുഞ്ഞു കുടിച്ചോ, നല്ല പാല, ചൂടില്ല. ഇത് ആന പിടിച്ചു. നീ കൊച്ചിന് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനിയിപ്പോ അമ്മ വരുമ്പോ വേറെ ഉണ്ടായിരുന്നു. എന്തോന്നടാ നീ നാല് കഴിയും. കുഞ്ഞിന് ആന പാല് കാച്ചി തരാട്ടാ. നീ ഇതിന്റെ കാച്ചി നീ തന്നെ കുടിക്കുകയും ചെയ്തു. കൊച്ചിന് കൊണ്ടുവന്നില്ലേ? അവക്ക് വേണ്ടാത്തോണ്ടല്ലേ ഞാൻ എന്ത് ചെയ്തു? നടക്കാല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മ എന്തായി ഹോസ്പിറ്റലിൽ പോയിട്ട്? ഓ വലിയ കുഴപ്പമൊന്നുമില്ല.
ഹോസ്പിറ്റലിൽ പരിവാക്കിയുന്നുണ്ട്. അത് ഞാൻ പ്രതീക്ഷിച്ചു. എന്റെ പൊന്നോ, ഡോക്ടർ പറഞ്ഞ ആ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ലാബിൽ ചെന്നപ്പോഴത്തേക്ക് ആ ലാബിന്റെ അകത്ത് ആ കസേര മേശയൊക്കെ ചവിട്ടി കൂട്ടി ഒരു പരുവത്തിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയും പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ സൂചി കൊണ്ടുവന്ന് എന്റെ കയ്യിൽ സൂചിയില്ല. സൂചി ഒന്ന് കുത്തണമല്ല, നല്ല ബ്ലഡ് എടുക്കാൻ പറ്റുള്ളൂ. സൂചി കുത്തി ഇവിടെ കൊണ്ടുവന്ന് സൂചി ഇങ്ങനെ വെച്ചതേ ഉള്ളു. അവന്റെ ബോധം അപ്പൊ തന്നെ പോയി. സൂചി വെച്ചപ്പോഴാ ബോധം പോയി. പിന്നെ കൊറേ കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നു. ബ്ലഡ് ആ ബോധം പോയ സമയത്താണ് എടുത്ത് ബ്ലഡ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ ആ ഡോക്ടർ പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അവിടെ ചെന്നിട്ട് പറയാം, എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട, എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട, എനിക്ക് എനിമ മാത്രം മതിയെന്ന്. ഈ എനിമ എന്ന് പറഞ്ഞ മറ്റു സംഭവമായിരുന്നല്ലേ? മറ്റേ ഞാൻ വിളിച്ച മരുന്നാണെന്ന് വിചാരിച്ചു. ചേട്ടനല്ലേ പറഞ്ഞു ചേട്ടൻ ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ എനിമ എടുക്കാൻ പറഞ്ഞു. അതിന് എനിമ അയ്യേ, ഇത്രക്ക് പൊതുവിവരല്ലേ, കഷ്ടം. അയ്യോ, അത്രക്ക് ഞാനും ഉണ്ടായിരുന്നെങ്കിൽ അവൻ എവിടെ എത്തിയാനെ. നിങ്ങളെല്ലാരും മറ്റേ MBBS ആണല്ലോ പഠിച്ചത്. ഇല്ല, നമ്മളൊക്കെ MBBS പഠിച്ചിട്ടാണല്ലോ എല്ലാ കാര്യവും അറിയണത്. ഈ പൊതുവിവരം ഉണ്ടാവണമെങ്കിൽ MBBS പഠിക്കണമെന്നൊന്നുമില്ല. നേരെ എന്തെങ്കിലും എടുത്ത് വെച്ച് വായിച്ചാൽ മതി. ചേട്ടൻ പിന്നെ എപ്പോൾ നോക്കിയാലും ഈ ഫോണിൽ നോക്കിക്കൊണ്ട് ഡാൻസ് വീഡിയോ കണ്ടോണ്ടിരിപ്പാണ്. അമ്മ ട്രിപ്പ് ഇട്ടാ? ആ, ട്രിപ്പ് ഇടണോന്ന് പറഞ്ഞതാ. എവിടെ സമ്മതിക്കോ ട്രിപ്പ് ഇടാൻ? ആ ട്രിപ്പ് ഇട്ടെങ്കിൽ കുറച്ച് ക്ഷീണം മാറിയാന്. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ക്ഷീണം, ചെറിയൊരു പനിയേ ഉള്ളു. അത് ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ആ മരുന്നുണ്ട്. ആ മരുന്നെടുത്തുണ്ടോ ഇങ്ങോട്ട്? വെള്ളം എടുത്തുണ്ടോ? മരുന്ന് ഇപ്പൊ കഴിക്കണോ? മരുന്ന് കഴിക്കണം, ചെന്നിട്ട് കഴിക്കണോന്നല്ലേ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി ട്രിപ്പ് ഇടാ. മതിയാ? ട്രിപ്പ് ഇട്ടാ മതിയാ? ട്രിപ്പിന് പകരമാണ് ഈ മരുന്നൊക്കെ തന്നേക്കണേ. മരുന്ന് ഇപ്പൊ കഴിക്കാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്ത് റെസ്റ്റ് എടുക്ക്? മരുന്ന് കഴിക്കാൻ റെസ്റ്റ് എടുക്കണോ? അങ്ങനെയുണ്ടോ? അങ്ങനെയുള്ള കുടിക്കണത് ഏതെങ്കിലും ഒരെണ്ണേ പറ്റുള്ളൂ, 1 at a time. എനിക്ക് ടോണിക് അല്ലെങ്കിൽ ഗുളിക, ഞാൻ ഗുളിക ഏതെങ്കിലും കഴിക്കാം. എനിക്ക് വയ്യ. ടോണിക്കിന് പകരമല്ല ഗുളിക. അല്ലേ? പൊട്ടണ്ടേ? ആ പൊട്ടി. അമ്മ എത്ര കൊടുക്കണം? എത്ര ml വേണം? ഒരു 10 ml എടുക്കണം. 10? പിന്നെ ഇപ്പൊ കഴിക്കണമെന്ന് പറഞ്ഞല്ലേ ചെല്ലുമ്പോ? ചേട്ടന് ഈ ക്ഷീണൊക്കെ മാറണമെന്നാ കഴിക്കുക. അങ്ങോട്ട് ഭയങ്കര കയ്പാ. കുറച്ച് പഞ്ചസാര ഇട്ട് തരാം. അപ്പൊ ആ കയ്പ കുടിക്ക്. തുപ്പ അടികൊള്ളും വിഷ്ണു, അടികൊള്ള നല്ല അടികൊള്ള നിനക്ക്. വെള്ളം കുടിക്കും. ആ ഈ ടോണിക്കൊക്കെ കഴിച്ചിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല ഉടനെ തന്നെ. അതൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഫുഡ് കഴിച്ചിട്ട് മതി. മതി. എന്നാലും കഷ്ടം തന്നെ വിഷ്ണു നിന്റെ സ്വഭാവം. ഒരു രക്ഷയില്ല. പോത്ത് പോലെ വളർന്നെന്ന് മാത്രമേ ഉള്ളൂ കഴുതയുടെ സ്വഭാവവും. കറക്റ്റ് അച്ഛന്റെ സ്വഭാവം എനിക്കുണ്ട്. ശരിയാ, അത് ശരിയാ. അടവലത്തെ അപ്പൂപ്പന്റെ രൂപം മാത്രമേ ഉള്ളൂ, ജനറ്റിക്കലി അച്ഛൻ തന്നെ. എനിക്ക് സത്യം പറഞ്ഞ ഒരു കുഴപ്പമില്ലല്ലേ? എനിക്ക് എന്റെ തോന്നലാ, ഞാൻ പെർഫെക്റ്റ്ലി ഫൈൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ല മാം. അച്ഛനും ഇങ്ങനെ തന്നെയാ. എന്തേലും ഒരു അസുഖം വന്നാൽ 100 ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചോണ്ടിരിക്കും. കുഴപ്പമൊന്നുമില്ല അല്ലേ? ഒരു ചെറിയ നിസ്സാര പനിയേ ഉള്ളൂ. പിന്നെ ആവശ്യമില്ലാത്ത ചിന്തകളാണ് മൊത്തം ഡോക്ടറോട് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് ക്ഷീണമാനുള്ള മരുന്ന്, വേറെ ഒന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാനും വിശപ്പുണ്ടാവാനുള്ള മരുന്ന്. ഞാൻ ഓക്കെ ആട്ടാ, ഞാൻ ഓക്കെ ആണ്. ഞാൻ വല്ലയിടത്തും പോയി കുറച്ചു നേരം കിടക്കും. ഞാൻ വരാം. അമ്മ ഞാൻ കുഴപ്പം, എനിക്ക് ഓക്കെ ഉണ്ടോ അല്ലേ? ഒരു കുഴപ്പമില്ല, ഒരു അസുഖം ഇല്ലല്ലോ. ഞാൻ ഓക്കെയാണ്. ഒരു ദിവസം എന്റെ ലീവ് വെറുതെ കളഞ്ഞു. എന്തോന്നേട്ടാ? അമ്മേനെ വിളിച്ചേ. എന്തിനാ അമ്മേ? അടുക്കളയുടെ പണിയൊന്നും കേട്ടില്ല. എന്ത് നീ ഇപ്പൊ പെട്ടെന്ന് എണിച്ചു പോകും, തലൂറ്റി. നമുക്ക് വൈകുന്നേരം ഹോസ്പിറ്റലിൽ ഉണ്ട്. ഇത് വേറെ എന്തോ സംഭവമാണ്. എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, എന്തോ കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഹോസ്പിറ്റലിൽ ഓടി കറക്റ്റ് ആയിട്ട് നമുക്ക് ന്യൂറോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്ത് സംഭവം. എനിക്ക് തല ഇറങ്ങിയപ്പോ പെട്ടെന്ന് അല്ലേ, കൊണ്ട് ചെക്ക് ചെയ്യാല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ.
ഇതേ ജാത്യാലുള്ളതാ, തൂത്താലൊന്നും പോവില്ല. മാറങ്ങോട്ട്. ഉമ്മ ഉമ്മ. ഉമ്മ ഉമ്മ ഇത് കേശു ജാതിയിലുള്ളതേ തൂത്താ പോവില്ല. വാടാ. കേശു എടാ നമുക്ക് ഏയ് പോവാലടാ പോവാ. ആശുപത്രി പോണോ? അതല്ല ഇല്ല, നിനക്ക് തോന്നിയില്ലേ? ശരി, കുഴപ്പമുണ്ട്. ആശുപത്രി പോയി ഇനി ഓപ്പറേഷൻ വേണ്ടി വരും. ആണോ?